ഷാർജയിൽ വെച്ച് അതുല്യയുടെ ആത്മഹത്യയെപ്പറ്റി പുതിയ പുതിയ ധാരാളം വാർത്തകൾ വന്നുകൊണ്ടായിരിക്കുന്നത്. ഭർത്താവ് സതീഷ് എന്ന ശാസ്താംകോട്ടക്കാരൻ, അയാള് നല്ല മദ്യപാനി തന്നെയാണ്. അയാളൊരു അഡിക്റ്റായി, അയാളൊരു സൈക്കോപ്പതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളുടെ സംസാരങ്ങൾ, അയാളുടെ പിന്നീടുള്ള പ്രവൃത്തികൾ, മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതം എല്ലാം വെച്ച് നോക്കുമ്പം ഒരു സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റി തന്നെ, യാതൊരു സംശയമില്ല. അയാളിപ്പോൾ ഓരോന്നോരോന്ന് പറയുന്നതിൽ നിന്ന് അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സൈക്കോപ്പത്ത് ആകും. നിരന്തരം മദ്യം കഴിച്ചിരിക്കുന്ന പലരും ഈ രതിയിലോട്ട് വരുമ്പോൾ ഭാവനകൾ മാറും, ചിന്തകൾ മാറും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയെ നിത്യം ഉപദ്രവിക്കും. ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഭാര്യയുടെ കാല് പിടിച്ച് നക്കും. ഇതൊക്കെ ഈ സൈക്കോപ്പതിക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അയാൾ പുതിയ പുതിയ കഥകളുണ്ടാക്കും. ഇപ്പോഴവിടെ അയാളുടെ ഈ സ്വഭാവത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അയാളവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആരോ മാസ്ക് കിടക്കുന്ന ആ മുറിയിൽ വേറെ ആരോ വന്നു എന്ന് അയാൾക്ക് തോന്നുകയാണ്. അവിടെ ആൾക്കാരുടെ മാസ്ക് കിടക്കുന്നുണ്ട്. അത് തന്നെയല്ല, അവിടെ ഒരു കത്തി കിടക്കുന്നു. ആ മാസ്കും കത്തിയൊന്നും ഇയാളുടെ അല്ല എന്നൂടെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അയാളുടെ മാനസിക അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിരന്തരം ആരോ വരുന്നു, ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു. അത് തന്നെയുമല്ല, അടുത്ത കാലത്ത് അയാൾക്ക് 40 വയസ്സെത്തി, ഇവർക്ക് 30 വയസ്സേ ഉള്ളൂ. അവർ വീണ്ടും ഗർഭവതിയായി. നാട്ടിൽ പോയപ്പോൾ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. അത് അയാൾക്ക് പിടിച്ചില്ല. ഇവർ പറയുന്ന ന്യായീകരണം, ഇയാൾക്ക് 40 വയസ്സുണ്ട്, അയാൾ മദ്യപാനിയാണ്, നല്ല ഷുഗർ പേഷ്യൻ്റാണ്, ഇനി ഒരു കുട്ടിയെ വളർത്താൻ തനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് അത് അബോർട്ട് ചെയ്തതെന്നാണ് അവരുടെ ന്യായം. എന്തായാലും ആ രണ്ടുപേരും പൊരുത്തമില്ലാത്തൊരു ജീവിതം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ കുട്ടി രണ്ടാമത് അയാളുമായിട്ട് ചേർന്നത് ശരിയായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇയാളുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. അവരെ ഉപദ്രവിക്കും, വേറെ ആരോ വീട്ടിൽ വരുന്ന പോലെ തോന്നും, ആ വരുന്ന ആൾക്കാരെ പറ്റി സംസാരിക്കും, സംശയം തോന്നും, അപ്പോൾ ഇവരെ ഉപദ്രവിക്കുമ്പോൾ ഇവർക്ക് പരിക്കേക്കും. പല വടുക്കളും പല രീതിയിൽ നേരത്തെയുള്ള പരിക്കുകൾ പലതും കരിഞ്ഞ പാടുകൾ അവരുടെ ദേഹത്തുണ്ട്. അവരുടെ കഴുത്തിലും അവിടെ ഇവിടെയൊക്കെ മുറിവുകളുണ്ട്. അപ്പം ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി, ഇയാൾ കല്യാണത്തിൻ്റെ അന്ന് ഇയാളും സുഹൃത്തുക്കളും ബാറിൽ പോയി മദ്യപിച്ചിട്ടാണ് താലി കെട്ടാൻ വന്നതെന്ന് വാർത്ത വരുന്നുണ്ട്. താലി കെട്ടിയ സമയത്ത് ഇയാൾ നല്ല മദ്യപാനിയാണ്, മദ്യം അടിച്ചിരിക്കുന്നു. അതാണ് അയാളുടെ ശൈലി, ജീവിത രീതിയും. മദ്യമാണ് അയാൾക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, ഭാര്യയോ മക്കളോ ഒന്നുമല്ല. അയാളുടെ മകള് അവിടെ ഷാർജയിൽ സ്കൂളിൽ ചേർത്തിട്ട് ആ കുട്ടി അവിടെ നിൽക്കാതെ അത് അവിടുന്ന് ഓടിപ്പോയി. അത് നാട്ടിൽ വന്ന് അവിടുത്തെ സ്കൂളിലാണ് ഇപ്പം പഠിക്കുന്നത്. ആ വല്യമ്മയാണ് ആ കുട്ടിയെ നോക്കുന്നത്. അപ്പം ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്, അവനൊരു മനുഷ്യമൃഗമാണെന്ന്. മനുഷ്യമൃഗത്തിൻ്റെ ആ രീതിയിലുള്ള പ്രവൃത്തിയും സംസാരവും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രൻപിള്ള അതെ, അവരുടെ ബന്ധുവായ രവീന്ദ്രൻപിള്ള അത് തന്നെ പറയുന്നുണ്ട്. പിതാവ് രാജശേഖരൻപിള്ള പറയുന്ന അവനൊരു മനുഷ്യമൃഗമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിൻ്റെ കണക്ക് വെച്ചിട്ട്. ഇത്രയൊക്കെ മനസ്സിലാക്കി ഇപ്പം തീർച്ചയായിട്ടും ആ കുട്ടിയെ അങ്ങോട്ട് വിടരുതായിരുന്നു എന്നാണ്. എന്തായാലും അയാളിപ്പം പറയുന്ന ഈ പെൺകുട്ടി ജോലിക്ക് പോയെന്നുണ്ട്, അതിനൊരു കാർ ഇയാളെ ഇടപാട് ചെയ്ത് കൊടുത്തു. അവൾ ജോലിക്ക് പൊക്കോട്ടെ, പണം ഉണ്ടാക്കിക്കൊണ്ട്. ഇയാൾക്ക് അവളുടെ പണം ആവശ്യമില്ല. 9500 ദിറംസ് അയാൾക്ക് ശമ്പളമുണ്ട് എന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ട്. അതുല്യ വിദേശത്ത് ചെന്ന ശേഷം പല ജോലികളും അവർക്ക് ലഭിച്ചു. അവർ പോകാൻ തയ്യാറാവുമ്പം അയാൾ വിടൂല്ല. അയാളുടെ മനസ്സ് വേറെ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇവരവിടെ ആരെങ്കിലും കാണും, ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെയുള്ള സംശയമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളൊരു സൈക്കോപ്പതിക്കാണ്. നിരന്തരം ആ സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ആ വീട്ടിലെ ഇപ്പോൾ അയാൾ പറയണത്, ആരോ വന്നിരിക്കുന്നു, ചില സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്, അത് പോലീസ് നോക്കണം, പുതിയ കഥകളുമായിട്ട് വരികയാണ്.
ആ പെൺകുട്ടി ഫാനിലാണ് കെട്ടിത്തൂങ്ങിയിരിക്കുന്നത്. അതിനെ ഉപദ്രവിച്ച് അത് അൺകോൺഷ്യസ് ആയ സമയത്ത് ഇയാൾ കെട്ടിത്തൂക്കിയതാണോ ഇല്ലയോ എന്ന കാര്യവും സംശയം തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ നിയമ നടപടികൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഇയാളെ കൊണ്ടുവരണം, ഇയാളെ ചോദ്യം ചെയ്യണം. ഇയാൾ എങ്ങനെയാണ് ആ കുട്ടിയെ വകവരുത്തിയത് എന്ന് സംശയമുണ്ടെങ്കിൽ ആ കാര്യത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കണം. അത് തന്നെയല്ല, ഇയാളെ എവിടെയെങ്കിലും നന്നായിട്ട് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. കാരണം ഒരു സൈക്കോപ്പതായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ അയാളുടെ സംസാര രീതിയിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അയാൾ സംസാരിക്കുന്നത് പലതും പൊരുത്തപ്പെടുന്നില്ല. ആ സൈക്കോപ്പത്തിൻ്റെ ലക്ഷണം അതാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ അയാൾക്കുണ്ട്. ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയെ ഉപദ്രവിക്കുന്നു, തല്ലുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. പിന്നെ പുതിയ പുതിയ കഥകൾ മാനിപ്പുലേറ്റ് ചെയ്യും. അവിടെ ആരോ വന്നിരിക്കുന്നു, അവിടെ 2-3 സാധനങ്ങൾ കിടക്കുന്നു, അത് ഇയാളുടെ അല്ല. ഈ മരിക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ പറയുന്നുണ്ട്, ഒരാഴ്ച കൊണ്ട് ഇയാൾ മുകളിലത്തെ നിലയിലാണ് കിടക്കുന്നത്, ഇവർ താഴെയാണ്. കാരണം ഇയാൾക്ക് ഇവിടെ ജോലിക്ക് അയച്ചിട്ട് ആ പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് 9,500 ദിറംസ് ഉണ്ടെന്നൊക്കെയാണ് ഇവൻ പഠിക്കുന്നത്. അത് കൂടെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും പൊരുത്തപ്പെടാതെയാണ് ഇയാളുടെ സംസാര രീതികൾ. പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങളും അവളുടെ ദുഃഖത്തിനുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവർ കരഞ്ഞുകൊണ്ട് ദൈനംദിനം അവളുടെ സഹോദരിയുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ആ സഹോദരിക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അഖില എന്ന് പറഞ്ഞ അവരുടെ സഹോദരി തൊട്ടടുത്ത് തന്നെ താമസമുണ്ട്. എല്ലാ വിവരങ്ങളും അവർക്കറിയാം. ഏതായാലും ആ കല്യാണം ആലോചിച്ചപ്പം മുതൽ തുടങ്ങിയ ആ ദുഃഖം ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്കും ഉണ്ടായി. അതിൻ്റെ പര്യവസാനം അവരുടെ ആത്മഹത്യ ചെന്ന് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.